മണ്ടനാകുന്നതിന് കുഴപ്പമില്ല, ഇത്രയും വലിയ മണ്ടന്മാരായാൽ അങ്ങനെ. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആള് എൻ്റെ അഭിപ്രായത്തിൽ ഹീസ് എ ഗ്രേറ്റ് ഇൻകാർണേഷൻ ഓഫ് ആൾമൈറ്റി. അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇനി അടുത്ത ജന്മം എന്താണെന്ന് അറിയില്ല, അവരുടെയൊക്കെ അവസ്ഥ. രാഹുൽ ഗാന്ധി ഡെയിലി കുറ്റം പറയുകയാണല്ലോ നരേന്ദ്രമോദിയെ. അതെ, കുറ്റം പറയണമല്ലോ. കുറ്റം പറയാൻ വേണ്ടി പാപകർമ്മങ്ങളിലൂടെ ജനിച്ചു വന്നതല്ലേ രാഹുൽ ഗാന്ധിക്ക് ഇത് നരേന്ദ്രമോദിജിയുടെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് ഞാൻ പറയും. ഇവരുടെ പാർട്ടി, ഇവരുടെ ജോലി എന്താ? ലൂട്ടറിങ് ട്രഷറീസ്, ഖജനാവ് കൊള്ളയടിക്കുക. നെഹ്റു ഹിന്ദുമതത്തെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നെഹ്റു ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ മതേതരത്വമാണ് അവർ ഉദ്ദേശിച്ചത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ സാധനമേ ഇല്ല ഇതില്. അപ്പോൾ ഈ യോഗയോടൊപ്പം അതേ പ്രാധാന്യമുള്ള ഭക്ഷണ രീതികളും. ഭക്ഷണം നമ്മൾ കഴിക്കുന്ന, അതിപ്പം വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികളും ഏറ്റവും കൂടുതൽ മാംസഭക്ഷകരുമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഇത് അന്വേഷണത്തിലൂടെ ആളുകൾ കണ്ടെത്തിയ സത്യമാണ്. സാക്ഷരതയുണ്ട്, നമ്മൾ എല്ലാത്തിലും വലിയ ആളുകളാണെന്നൊക്കെ സ്റ്റേജിൽ കയറി ചില ഒന്നിനും കൊള്ളാത്ത കിഴങ്ങന്മാർ അഭിപ്രായങ്ങൾ പറയും. കല്ല് വെച്ചോന്നോണം. ഇത് കേട്ട് കൈയടിക്കാൻ കുറേ ഊളന്മാരും കാണും. അതിനകത്ത് സത്യത്തിൻ്റെ ഒരു പൊരുളുമില്ല. നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് യാഥാർത്ഥ്യബോധം കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ വളർത്തണം. ഇതെവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഈ യാഥാർത്ഥ്യബോധം എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? അതാണ് പറഞ്ഞത്. കുട്ടിക്കാലം മുതൽ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങിപ്പോൾ ഒരു ഗോതമ്പിൻ്റെ വിത്തൊരു വയലിൽ എറിഞ്ഞു. അത് കുറച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ കതിരുകളായി എല്ലാം വിളഞ്ഞു വന്നു. അങ്ങ് ആഗ്രഹിക്കുന്നു, എനിക്ക് ഈ കതിരിൽ നിന്ന് നെൽമണികൾ വേണം. ഗോതമ്പ് അങ്ങ് വിതച്ചത് ഗോതമ്പിൻ്റെ വിത്താണ്. നെൽമണികൾ വേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. കിട്ടുമോ? ഇല്ല. എന്താണ് കാരണം? ഞാൻ വിതച്ചതേ കൊയ്യൂ. കുട്ടിക്കാലം മുതൽ കുട്ടികളുടെ മനസ്സിൽ ദുഷ്ടമായ ചിന്ത, എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ കൂടിയ മണിസൗധങ്ങൾ പടുത്തുയർത്താം, എങ്ങനെ ബാങ്ക് ബാലൻസ് കൂട്ടാം, എങ്ങനെ എസ്റ്റേറ്റുകൾ കൂട്ടാമെന്ന അങ്ങേയറ്റത്ത് നശ്വരവും വൃത്തികെട്ടതുമായ ചിന്താ പദ്ധതികൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളർത്തുന്നതിൻ്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യുവതീ-യുവാക്കന്മാർ കോളേജുകളിൽ പഠിക്കുന്ന 80% കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും അറിയുന്നില്ല ഈ സത്യം. ഈ പാഠ്യപദ്ധതി അതിനൊരു കാരണമായിട്ടുണ്ടോ? ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയാണ് കുഴപ്പം. ഇന്ത്യയിലെ ജനങ്ങൾ എന്നും നിർഭാഗ്യത്തിൻ്റെ പടുകുഴിയിലാണ്. അതങ്ങേക്കറിയില്ലേ? എന്തുകൊണ്ടാണ്? അതായത് ഇന്ത്യ കിട്ടിയപ്പോൾ സ്വതന്ത്ര ഭാരതം ചെന്നപ്പെട്ടത് ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരുത്തൻ്റെ കയ്യിലാണ് ഇന്ത്യ ഭരിച്ചത്. സ്വതന്ത്ര ഭാരതം. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നിട്ട് അവരവരെ പാട്ടിന് പോയല്ലോ. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നിട്ട് മൗണ്ട് ബാറ്റൺ പ്രഭു ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് പത്രക്കാരൊരു ചോദ്യം ചോദിച്ചു, വാട്ട് ഡു യു സേ അബൌട്ട് ഇന്ത്യ എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ ഈസ് ഗ്രേറ്റ്. വി ബ്രിട്ടീഷ് പീപ്പിൾ totally failed to understand India's spirituality, even if we could attain something materially. സ്പിരിച്വാലിറ്റി അവർക്ക് ഭൗതികമായി ഞങ്ങൾക്ക് കുറേ നേടാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യയുടെ ആത്മീയതയെ കണ്ടെത്തുന്നതിൽ ബ്രിട്ടീഷുകാരായ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് മൗണ്ട് ബാറ്റൺ പ്രഭുവിന് പറയാനൊരു മടിയുണ്ടായില്ല. എന്നിട്ട് ആ ഭാരതം കിട്ടിയതോ ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ള വർഗീയ ചിന്താഗതിയുള്ള പരമദുഷ്ടനായ ഒരുത്തൻ്റെ കയ്യിലേക്ക് സ്വതന്ത്ര ഭാരതത്തെ കൊണ്ടെത്തിച്ചു. നെഹ്റുവിനെയാണോ ഉദ്ദേശിച്ചത്? പിന്നെ അല്ല, സംശയം എന്താ? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇത് ഋഷീശ്വരന്മാരുടെ തപോഭൂമിയാണ്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യം തന്നെയാണല്ലോ, അല്ലേ? ഋഷീശ്വരന്മാർ 10,000 വർഷം തപം ചെയ്ത് ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് ഉയർത്തിയ ഒരു മണ്ണാണ് ഞാനും അങ്ങ് ജീവിച്ചിരിക്കുന്ന ഈ ഭാരതഭൂമി. ഈ തത്വങ്ങൾ അന്ന് മുതൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കരിക്കുലം സ്കീം, അതായത് പാഠ്യപദ്ധതി, ഈ പാഠ്യപദ്ധതിയിൽ കംപ്ലീറ്റ് ഭൗതികതയേ ഉള്ളൂ, സ്പിരിച്വാലിറ്റി ഇല്ല. അല്ല, അന്ന് ഈ നെഹ്റുവിനെ തിരഞ്ഞെടുത്തത് ഇതേ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അന്ന് കൂടിയ നേതാക്കന്മാരല്ലോ. 27 28 പേരിൽ 24 പേരും സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിച്ചത്.
എന്തുകൊണ്ട് ഈ 5 പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്? അതെ, ഇന്ത്യക്ക് പ്രധാനമന്ത്രിയായേ പറ്റൂ എന്ന് മോഹമുദിച്ചപ്പോൾ സർദാറിൻ്റെ വിശാല മനസ്കത അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തു. ഹിന്ദുക്കൾ എന്നും മണ്ടത്തരമല്ലേ കാണിച്ചിട്ടുള്ളൂ ഇവിടെ. സനാതനധർമ്മത്തിൻ്റെ മക്കൾ നിഷ്കളങ്കരും നിരപരാധികളും വിശാല മനസ്കരും ആയതുകൊണ്ട്. നെഹ്റു ഹിന്ദു അല്ലേ? നെഹ്റു ഒന്നാം തരം മുസ്ലിമാണ്. ചാച്ചാജി എന്നെല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഹുൽ സാഹിബ് രാഹുൽ ഗാന്ധി എന്ന് വിളിക്കുന്നു. ഈ ഗാന്ധിസം എവിടെ നിന്നിട്ട്? വടക്കേ ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹമാണല്ലോ ഗാന്ധിസം. ഇതെല്ലാവർക്കും അറിയാമല്ലോ, സത്യം തന്നല്ലോ. അതെങ്ങനെ രാഹുൽ സാഹിബിന് ഈ ഗാന്ധിസം കിട്ടിയത്? പ്രിയങ്കയുടെ കൂടെ ഗാന്ധിസം എങ്ങനെ കിട്ടി? സോണിയയുടെ കൂടെ ഗാന്ധിസം, ഇവർക്കൊക്കെ ഇതെവിടെ നിന്ന് കിട്ടി? ഇത് പർച്ചേസ് ചെയ്തതാണ് പല ഇന്ദിരയുടെ കൂടെ ഉണ്ടല്ലോ ഗാന്ധിസം. ഇന്ദിരാഗാന്ധി. അതെ, ഇന്ദിരയ്ക്കുമൊക്കെ. അപ്പം ഇതൊക്കെ ഏതെങ്കിലും എടുത്തുകൊടുക്കും. ഇതിന് കൈയടിക്കാൻ ഊളന്മാരുണ്ട്. ഊളന്മാരെ കൈയടിച്ചു കൊടുത്തുകൊണ്ട് ഇവരിന്ന് സ്വീകരിക്കുന്നു, ബാക്കിയുള്ളവരും വിളിച്ചു പോരുന്നു. അല്ലാതെ വടക്കേ ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹം, സാത്വിക പ്രഭാവമുള്ള ബ്രാഹ്മണ സമൂഹത്തിന് ഇവർക്കെങ്ങനെ ഈ പേര് കിട്ടി? ഇന്നും അതിന് ഉത്തരമില്ല. ഗാന്ധിസം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ സമൂഹത്തിന്റെ തീർച്ചയായും പേരാണോ? അവരെ വിളിക്കുന്നത് അങ്ങനെയാണോ? അതെ, ഗാന്ധി സമൂഹം അങ്ങനെയാണ്. മഹാത്മാഗാന്ധിയായിട്ട്. അതെ, മഹാത്മാഗാന്ധി മുതൽ തുടങ്ങുന്ന. മഹാത്മാഗാന്ധി ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഗാന്ധി. അതെ, അങ്ങനെയാണ് എൻ്റെ അറിവ്. ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റാൻ മനുഷ്യനല്ലേ. പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ ഇത് കിട്ടി? ഇറ്റലിക്കാരിയായ സോണിയയ്ക്ക് എങ്ങനെയാണ് ഈ ഗാന്ധി പദവി കിട്ടിയത്? അവരുടെ മക്കൾക്ക് എങ്ങനെ ഈ പദവി? ഇവരെല്ലാം മുസ്ലിം കൾച്ചറിലൂടെ വന്നവരാണ്, മുസ്ലിം സംസ്കാരം പ്രചരിപ്പിക്കുന്നവരാണ്, മുസ്ലിം സംസ്കാരത്തോടാണ് അവർക്ക് ആഭിമുഖ്യമുള്ളത്. നെഹ്റുവിൻ്റെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ നെഹ്റു ശേഷമുണ്ടായ പാഠ്യപദ്ധതിയിലുള്ള വീഴ്ചകളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത്? നെഹ്റു ഹിന്ദുമതത്തെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നെഹ്റു ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ മതേതരത്വമാണ് അവർ ഉദ്ദേശിച്ചത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ സാധനമേ ഇല്ല ഇതിൽ. എല്ലാ മതങ്ങളും ഒന്നാണ്. മതേതരത്വം പറയണമെങ്കിൽ നമ്മൾ അദ്വൈതയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അദ്വൈതമില്ലല്ലോ ഇവരുടെ പാർട്ടി. ഇവരുടെ ജോലി എന്താ? ലൂട്ടറിങ് ട്രഷറീസ്, ഖജനാവ് കൊള്ളയടിക്കുക. അല്ല, നെഹ്റുവിനൊക്കെ കൊള്ളയടിക്കേണ്ട കാര്യം ശതകോടീശ്വരനാണ്. ശതകോടീശ്വരനൊക്കെ ഉണ്ട്, ശരിയാ. കൊള്ളയടിക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ ഞാൻ എൻ്റെ നോട്ട് കെട്ടുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് ഇന്ത്യ ഇങ്ങ് വിട്ടു പ്രചരിപ്പിക്കുന്ന ബാഡ് പ്രോപ്പഗണ്ടയല്ലേ സത്യത്തിൽ. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? 4 ഗേറ്റ് പൊങ്ങച്ചം പറയുകയാണ്, എക്സാഗ്രേറ്റിംഗ്. 4 ഗേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിൻ്റെ 4 ഗേറ്റുകൾ 4 കാർ വന്ന് നിൽക്കും. നെഹ്റു ഏത് ഗേറ്റിലൂടെയാണോ വരുന്നത് ആ കാറിൽ കയറിപ്പോകും. ബാക്കി 3 കാറുകൾ വെറുതെ പോകും. ഇത് മൊത്തം ഇന്ത്യക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അതാണ് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കാൻ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കുറേ ആളുകളുണ്ട്. മണ്ടനാകുന്നതിന് കുഴപ്പമില്ല, ഇത്രയും വലിയ മണ്ടന്മാരായാലും അങ്ങനെ. അതാണ് ഞാൻ ചോദിക്കണത്. മണ്ടനാകാൻ നമുക്കൊക്കെ ചില സന്ദർഭത്തിൽ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, സംടൈംസ് ഈവൻ എ ഫൂൾ ക്യാൻ ടീച്ച് എ വൈസ് മാൻ എന്ന്. ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമാന് എന്ന് പറയുന്നവനെ മണ്ടൻ പഠിപ്പിക്കേണ്ടി വരും. തീർച്ചയായും ചില സന്ദർഭങ്ങളിലാണ്. എന്നതുപോലെ ഇവിടെ ഇവരീ പറയുന്നത് എന്താണ്? അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിനെ പറ്റിയ അബദ്ധം, ഇവിടുത്തെ സനാതനധർമ്മത്തിൻ്റെ മക്കൾ ഹിന്ദുക്കൾ, ഹിംസ ചെയ്യാത്തവരാണ് ഹിന്ദുക്കൾ. അതല്ലേ പറഞ്ഞത്. എന്നും ഇവിടുത്തെ രാജാക്കന്മാരും രാജാക്കന്മാർക്ക് ശേഷം വന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിന്ദുക്കളെല്ലാം ഇവർക്ക് ഈ മണ്ണിനെക്കുറിച്ചുള്ള ബോധം ഇല്ലാതെ പോയതാണ് മുഖ്യ കാരണം. തലമുറകളെ തന്നെ നശിപ്പിച്ചു അല്ലേ? തങ്ങൾ ജീവിക്കുന്നത് ഏത് മണ്ണിലാണ്, ഈ മണ്ണിൻ്റെ മഹത്വം എന്താണ്? സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആള് എൻ്റെ അഭിപ്രായത്തിൽ ഹീസ് എ ഗ്രേറ്റ് ഇൻകാർണേഷൻ ഓഫ് ആൾമൈറ്റി. സംശയമില്ല. അദ്ദേഹം ഒരു മഹായോഗിയാണ്, മഹാ അവതാരമാണ്. ഒരു മാറ്റം കൊണ്ടുവന്നു. മാറ്റം കൊണ്ടുവന്നു അല്ല, ഒരു ഋഷിയുടെ തലച്ചോറ്, ഋഷിയുടെ ദീർഘവീക്ഷണം. ഇപ്പം ജനകരാജർഷി നമുക്കറിയാലോ. ജനകൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയായിട്ട് പുനർജനിച്ചത്. ജനകൻ്റെ ആത്മാവാണ്. അതെ അതെ അതെ. ഞാൻ അങ്ങനെ ഇതെൻ്റെ എങ്ങനെയാണ് അങ്ങ് ഇത് കണ്ടെത്തിയത്? അങ്ങക്ക് ഇതെങ്ങനെയാണ്? അങ്ങനെന്ന് പറഞ്ഞാൽ ജനകൻ രാജർഷി രാജാവുമായിരുന്നു, ഋഷിയും ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് രാജർഷി എന്ന പേര് വന്നത്. അതെങ്ങനെയൊക്കെ അറിയാമല്ലോ. അറിയാം. ജനകന്റെ ഭരണം, അതായത് മിഥിലാപുരി, അന്നത്തെ മിഥിലാപുരിയിൽ ജനകൻ നടത്തിയിട്ടുള്ള ഭരണ
നേട്ടങ്ങളും അവിടുത്തെ രീതികളും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ജനകൻ്റെ അതായത് വാൽമീകിയുടെ ആത്മാവാണല്ലോ എഴുത്തച്ഛൻ. അതിലാർക്കും സംശയമില്ല. വാൽമീകി കണ്ടതിനേക്കാൾ ഒരുപടി രാമനെ ഉയർത്തിയത്, ശ്രീരാമനെ ഭഗവാനെ ഉയർത്തിയതിൽ എഴുത്തച്ഛന് പങ്കുണ്ട് തീർച്ചയാണ്. കാരണം വാൽമീകിയുടെ രാമൻ ഉത്തമ ഗുണങ്ങളുള്ള പുരുഷനാണ്. എഴുത്തച്ഛൻ്റെ രാമൻ വിഷ്ണു ഭഗവാന്റെ മഹാവതാരമാണ്, മഹാചൈതന്യമാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ വാൽമീകിയുടെ ആത്മാവെ വികസിച്ച് ബ്രഹ്മത്തോട് ചേർന്ന് ആ ബ്രഹ്മസായുജ്യം നേടിയതിന് ശേഷം എഴുത്തച്ഛനായി അവതരിക്കുകയും ആ എഴുത്തച്ഛൻ ശ്രീരാമൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്തു. ഇതാണ് യാഥാർത്ഥ്യം. അതുപോലെ ജനകരാജർഷി സൽഭരണം നടത്തി. ജനകരാജർഷിയുടെ വംശത്തിൻ്റെ ആചാര്യനായിരുന്ന യാജ്ഞവൽക്ക മുനിക്ക് 2 പത്നിമാരുണ്ടായിരുന്നല്ലോ, ഗാർഗി മാതാവും മൈത്രേയി മാതാവും. ഈ 2 പേരും മഹാവിദൂഷികളായിരുന്നു, മഹാജ്ഞാനികളായിരുന്നു. ആ വംശത്തിൻ്റെ ജനകവംശത്തിൻ്റെ പാഠശാലകളിലെ അധ്യാപകരായിരുന്നു ഇവർ 2 പേരും. സീതയെയും ഊർമിളയെയും ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും പഠിപ്പിച്ചത് ഈ 2 അമ്മമാരായിരുന്നു. അവരോട് പലപ്പോഴും ഭർത്തൃസ്ഥാനത്തിരിക്കുന്ന യാജ്ഞവൽക്ക മുനി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജനകരാജർഷിയും അവരുമായി ഈ അമ്മമാരുമായി മിക്ക ദിവസങ്ങളിൽ സത്സംഗം നടക്കുമായിരുന്നു. ജനകൻ്റെ ധർമ്മപത്നിയായ സുനയന എന്ന് പറയുന്ന ആ അമ്മയും വളരെ പണ്ഡിതയായിരുന്നു. അപ്പോൾ ജനക രാജർഷിയുടെ ഭരണരീതി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ നരേന്ദ്രമോദിജിയുടെ കാര്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജനകൻ്റെ പൂർണ്ണ അവതാരമാണ്, ആ ആത്മാവ് പുനർജന്മമാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തെ കുറ്റം പറയുന്നവൻ അടുത്ത ജന്മം വളരെ ദയനീയമായി പോകും. ഞാൻ അതേ പറയുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇനി അടുത്ത ജന്മം എന്താണെന്ന് അറിയില്ല, അവരുടെയൊക്കെ അവസ്ഥ. രാഹുൽ ഗാന്ധി ഡെയിലി കുറ്റം പറയുകയാണല്ലോ നരേന്ദ്രമോദിയെ. അതെ, കുറ്റം പറയണമല്ലോ. കുറ്റം പറയാൻ വേണ്ടി പാപകർമ്മങ്ങളിലൂടെ ജനിച്ചു വന്നതല്ലേ രാഹുല്. അതാ ഞാൻ നേരത്തെ ഗോതമ്പിൻ്റെ അരിയുടെയും കാര്യം പറഞ്ഞത്. ചെയ്ത പാപകർമ്മങ്ങൾക്കൊക്കെ രാഹുൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഇത് നരേന്ദ്രമോദിജിയുടെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് ഞാൻ പറയും. രാഹുലിനെ ചുമന്നുകൊണ്ട് നടക്കണവന്മാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. ആസ് എ സെയിൻറ്റ്, സന്യാസി എന്നുള്ള നിലയിൽ ഐ ആം സെയിങ് എബൌട്ട് മൈ ഓൺ ഒപ്പീനിയൻ, മൈ ഓൺ അതായത് ഫോർസൈറ്റിങ്. അപ്പോൾ രാഹുൽ ഒരുപാട് അനുഭവിക്കും. തീർച്ചയായിട്ടും അനുഭവിക്കും.